നമസ്കാരം, ഞാൻ ജോജി, ഈ സിനിമയുടെ സംഗീത സംവിധായകനാണ്. ഈ സിനിമയിൽ 3 പാട്ടുകളാണുള്ളത് ഞാൻ ചെയ്തിട്ടുള്ളത്. 3 ഡിഫറെൻറ്റ് ജോണേഴ്സിലുള്ള പാട്ടുകളാണ്. ഒരു പാട്ടൊരു ഖവാലി സൂഫി സ്റ്റൈലിലുള്ള ഒരു സോങ് ആണ്. ആ പാട്ട് എഴുതിയിരിക്കുന്നത് റഫീഖ് അഹമ്മദാണ്, പാടിയിരിക്കുന്നത് സിയോൾ ഹക്കാണ്. നെക്സ്റ്റ് സോങ് ചിത്ര ചേച്ചിയാണ് പാടിയിരിക്കുന്നത്. സൗമ്യ രാജ് ആണ് പുതിയ ഒരു രചയിതാവാണ് എഴുതിയിരിക്കുന്ന പാട്ടുകൾ. അതൊരു സാഡ് സോങ് ആണ്. നെക്സ്റ്റ് സോങ് മുരുകൻ കാട്ടാക്കടയുടെ ഒരു കവിത ഞാൻ ട്യൂൺ ചെയ്തതാണ്. അത് അദ്ദേഹം തന്നെയാണ് പാടിയിരിക്കുന്നത്. അതൊരു കൊറോണ ബേസ്ഡ് സോങ് ആണ്. കൊറോണയുടെ കാലഘട്ടമാണ് നമ്മുടെ ഈ സിനിമയുടെ കാലഘട്ടം. അപ്പോൾ ആ ഒരു കാലഘട്ടം കാണിക്കാനുള്ള ഒരു സോങ് ആണ്. ആ സോങ് മുരുകൻ കാട്ടാക്കട തന്നെയാണ് പാടിയിരിക്കുന്നത്. അപ്പം പാട്ടുകൾ ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരു നല്ല റെസ്പോൺസാണ്. അപ്പം എല്ലാവരും ഈ സിനിമയും പാട്ടുകളെയും പ്രോത്സാഹിപ്പിക്കണം. എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം. താങ്ക് യു. ഈ ചിത്രത്തെ കുറിച്ച് എൻ്റെ പേര് സജ്ജാദ് ബ്രൈഡ്. ഞാൻ ഒളിഞ്ഞും തെളിഞ്ഞും കുറേ ചിത്രങ്ങളുണ്ട്, കുറേ വർഷങ്ങളായിട്ട് സിനിമകളുണ്ട്. എനിക്ക് നല്ല വേഷം എന്ന് തന്നെ പറയാം. ചിത്രത്തെക്കുറിച്ച് ഒരുപാട് പറയാം എനിക്കറിയില്ല. കുറേശ്ശെ നമുക്ക് എല്ലാവരുമായിട്ടും പങ്കുവച്ച അനുഭവം നിങ്ങൾക്കറിയാമല്ലോ. ഇതിൽ നായകൻ്റെ ബാപ്പ മോനൂട്ടി, അതാണ് എൻ്റെ റോള്. ഒരു ഭയങ്കര വ്യത്യസ്തമായ റോളൊന്നുമല്ല. ഒരു നമ്മൾ കണ്ടുവരുന്ന മുസ്ലിം ഭാവത്തിലും രൂപത്തിലും ഡയലോഗ്സിലും ഉള്ള ഒരു മുസ്ലിം ക്യാരക്ടറാണ്. കഥ ആവശ്യപ്പെടുന്ന ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായതുകൊണ്ട് ഈ മോനൂട്ടി എന്ന കഥാപാത്രം ഞാൻ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു, തരക്കേടില്ലാത്ത വിധം ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. അതെനിക്കൊരു അനുഗ്രഹമായി, ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായതുകൊണ്ട്. വളരെ ബുദ്ധിമുട്ടി നല്ല ഭംഗിയായി ചിത്രീകരിച്ച ഈ പടം നല്ലതാണ് എന്ന് പറഞ്ഞു കേട്ടാൽ നിങ്ങൾ തിയേറ്ററിൽ പോയി തീർച്ചയായിട്ടും ഇത് കാണും. കൂടുതലൊന്നും പറയാനില്ല. നന്ദി, നമസ്കാരം. നമസ്കാരം, എൻ്റെ പേര് സംക്രന്ദനൻ. ഞാൻ ഈ സിനിമയിൽ ജിബൂട്ടിനും എന്നുള്ള ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ആ അവസരം നിന്ന് വിലീഷണന് ജീവിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇതിനകത്ത് ഒരു ഇടത് രാഷ്ട്രീയക്കാരൻ്റെ വേഷമാണ്, പിന്നെ നായകനായ സത്താറിൻ്റെ സുഹൃത്തുമാണ്. എന്നാൽ കൂട്ടത്തിൽ എല്ലാവരുടെയും കൂടെ ഉണ്ടാവും, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഈ എന്താ പറയുക, നല്ലൊരു സിനിമയാണ്. മറ്റെല്ലാ ടെക്നിക്കൽ സൈഡിലാണെങ്കിലും എല്ലാം വളരെ മികച്ചിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. എല്ലാവരും പുതുമുഖങ്ങളാണ്, അല്ലെങ്കിൽ എല്ലാവരും അത്ര പരിചയമില്ല എന്ന് തോന്നിയപ്പോലും സിനിമ വളരെ മികച്ചതാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നാണ് എൻ്റെ കൂടെ അപേക്ഷ. പിന്നെ ബാക്കി ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ വന്നിരുന്ന് കാണണം. മാർച്ച് 1 തീർച്ചയായിട്ടും എല്ലാവരോടും ഒരുപാട് നന്ദി. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് അമ്പിളി സജ്ജി. നായകനായിട്ടുള്ള വിഹാൻ വിഷ്ണുവിൻ്റെ സത്താർ എന്ന കഥാപാത്രത്തിൻ്റെ ഉമ്മച്ചായിട്ടാണ് ഞാൻ ഈ സിനിമയിൽ വേഷം ചെയ്തിട്ടുള്ളത്. എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് സൈനബ എന്നാണ്. 5ാം വേദം എന്ന ഇത്രയും നല്ലൊരു ചിത്രത്തിൽ അഭിനയിക്കാനായിട്ട് എനിക്ക് സാധിച്ചതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് ഞങ്ങളെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണമെന്നും നമ്മുടെ ഈ സിനിമ വിജയിപ്പിക്കണമെന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു.